ഹലോ ഗൈസ്, ഇത് നമ്മുടെ ഗോവയിലുള്ള മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ. ഞങ്ങൾക്ക് പിറ്റേ ദിവസം പുലർച്ചെ 5 മണിക്കാണ് നമുക്ക് മഡ്ഗോണയിലേക്കുള്ള ട്രെയിൻ ഉള്ളത്. നിസാമുദ്ദീനിൽ നിന്ന് മഡ്ഗോണിലേക്കുള്ള ട്രെയിൻ ഉള്ളത്. അപ്പം ഞങ്ങൾ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ച് രാത്രി പ്രഗഞ്ചി മാർക്കറ്റിൽ, അതായത് തലേ ദിവസം നൈറ്റ് 13-ാം തീയതി കഴിച്ച അവിടെ നിന്ന് തന്നെ 14-ാം തീയതി നൈറ്റ് ഫുഡ് കഴിച്ചു. പിന്നെ ഓട്ടോ ആ ടൈമിലൊക്കെ അവിടെ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചു. കാരണം ഞങ്ങൾക്ക് പൊലിച്ചൊക്കെ പോകണമല്ലോ, അപ്പം ഉണ്ടാവും എന്നൊക്കെ 24 hours അവിടെ ഓട്ടോസൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. പിന്നെ റൂമിൽ പോയി കിടന്ന് ഒരു 3 മണിയൊക്കെ ആയപ്പോൾ എണീറ്റ് പെട്ടെന്ന് തന്നെ മുഖം കഴുകി പല്ലേച്ച് മാറ്റി ലഗേജൊക്കെ എടുത്ത് പോയി. പിന്നെ നേരെ പോയപ്പോൾ അവിടെ ഒരു ഓട്ടോക്കാരൻ പാവം, അയാൾ ഒട്ടും ഭാഗ്യം ചെയ്യുന്നില്ല, ജസ്റ്റ് 250 എന്ന് പറഞ്ഞു. അവിടേക്ക് അത്രയും ദൂരമുണ്ട്, 10-15 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അതിൽ കയറി. പിന്നെ കയറി അവിടെ ഇറങ്ങിയ സമയത്ത് രതികേൻ്റെ ഹസ്ബൻഡ് ക്യാഷ് കൊടുത്തിട്ടുണ്ടായിരുന്നു, വിനീഷേട്ടൻ. അപ്പോൾ അയാൾ തിരിച്ചു തന്നപ്പോൾ 100 രൂപ കൂടി. അതായത് അയാൾക്ക് എന്തോ ഒരു കണക്ക് തെറ്റിയതാണ്. അപ്പോൾ വിനീഷേട്ടൻ അത് അഫ്കോഴ്സ് തിരിച്ചു കൊടുത്തു. അപ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷം. കാരണം എനിക്ക് തോന്നുന്നു അവിടുത്തെ നാട്ടിൽ നമ്മളെ ആൾക്കാരെ പോലെ ഒന്നും ആയിരിക്കില്ല തോന്നുന്നുണ്ട്. അവിടെയൊക്കെ അങ്ങനെ പറ്റിപ്പിൻ്റെ ആൾക്കാരായിരിക്കും തോന്നുന്നുണ്ട്. അയാൾക്ക് ഭയങ്കര സന്തോഷമായി. നന്നായിരിക്കട്ടെ എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ അയാൾക്ക് ഭയങ്കര കാര്യമായി. പിന്നെ ഞങ്ങൾ പോയി ട്രെയിന് കയറി. वहीं से जाता है और वो शिप से ही जाते हैं, तो जाएगा यार. बिरयानी പിന്നെ ഞങ്ങൾ 15-ാം തീയതിയാണ് ട്രെയിൻ കയറുന്നത്. 16-ാം തീയതി, അതായത് ഞങ്ങളുടെ ആനിവേഴ്സറിൻ്റെ അന്ന്. 15-ാം തീയതി പുലർച്ചെ 5 മണിക്ക് കയറി. 16-ാം തീയതി 12:30 ആയപ്പം ഞങ്ങൾ മഡ്ഗോൺ സ്റ്റേഷനിലേക്ക് എത്തി. അവിടെയാണ് മഡ്ഗോൺ വരെയുള്ള കഥകൾ. ഗൈസ്, അങ്ങനെ നമ്മൾ മഡ്ഗോൺ സ്റ്റേഷനിൽ എത്തിയിട്ടോ. ഇന്നലെ 5 മണി ആവുമ്പം പുലർച്ചെ 5 മണിക്ക് കയറിയതാണ് ഡൽഹിയിൽ നിന്ന്. ഇപ്പോൾ ഒരു 12:30 ആയപ്പോൾ മഡ്ഗോൺ സ്റ്റേഷനിലെത്തി. ഫസ്റ്റ് ടൈമാണ് ഗോവയിൽ. ഞങ്ങളുടെ ടാക്സി നോക്കുകയാണ് കേട്ടോ. ഇനി നമ്മളുടെ റൂമിലെത്തിയിട്ട് കാണാം. അങ്ങനെ 16-ാം തീയതി ഞങ്ങളിവിടെ മഡ്ഗോൺ 16-ാം തീയതി ഞങ്ങൾ 12:30 ആയപ്പോഴത്തേക്കും ഇവിടെ 12:45 ആയപ്പോഴത്തേക്കും നമ്മളുടെ മഡ്ഗോൺ സ്റ്റേഷനിലെത്തിയിട്ടോ. ഉടനെ തന്നെ നമുക്ക് കാറൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ശ്രീലങ്ക ഹോളിഡേയ്സ് രാവിലെയായിട്ട് അവർ കാറൊക്കെ റെഡി ആക്കി തന്നിട്ടുണ്ടായിരുന്നു. ഗൈസ്, നമ്മുടെ ടാക്സി കിട്ടി 1211. ഒരു വീഡിയോ എടുക്കട്ടോ, നല്ല വൃത്തിക്ക് നമുക്ക് സ്റ്റോറി ഇടാം. ഫോട്ടോ അല്ല, വീഡിയോ. ചേട്ടൻ എന്ത് പറയുന്നു അതാണ് ഞങ്ങൾക്ക് കഷ്ണോശെങ്കിൽ കഷ്ണോശി. അപ്പോൾ ഞങ്ങൾ വന്ന ഉടനെ തന്നെ കാറിൽ കയറി. പിന്നെ അവരിവിടെ ആക്കി തന്നു, റൂമിലാക്കി തന്നു. ഫസ്റ്റ് ഞങ്ങൾ പോയി ഫുഡ് പിന്നെ 2 ദിവസത്തെ കാറ് ഞങ്ങൾ ഇവിടുന്ന് പാക്കേജ് എടുത്തത് എങ്ങനെയാണെന്നറിയോ? ഫസ്റ്റ് ഡേ കാറ്, ആൻഡ് സെക്കൻഡ് ഡേ ഞങ്ങൾ റെൻറ്റഡ് ബൈക്ക്,
ഇന്ന്, അതായത് 3rd ഡേ ഇന്നും കാറ്. അതായത് ലഗേജ് കൊണ്ടുവരാനൊക്കെ ഉള്ളതുകൊണ്ട്, അതായത് റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങോട്ട് റൂമിലേക്ക് ലഗേജ് കൊണ്ടുവരണം, റൂമിൽ നിന്ന് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് ലഗേജ് കൊണ്ടുപോകണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് കാറാണ് ചൂസ് ചെയ്തത്. പിന്നെ കുറച്ച് സ്ഥലങ്ങളും അവരല്ലാതെ കാണിച്ചു തരും. അപ്പം അങ്ങനെ അത് ചെയ്തു. ഇവിടുത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഡേയും 2 നൈറ്റുമാണ് ഞങ്ങൾ എടുത്തത്. അപ്പോൾ 3 ഡേ ഫുള്ള് കിട്ടൂല, കാരണം 12:30 ഉച്ചയ്ക്കാണ് എത്തിയത്. ഒരു 6:00-ക്കാണ് ഞങ്ങൾക്ക് ട്രെയിൻ ഉള്ളത്. അപ്പോൾ ഒരു 4 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് പോകണം. ഫുൾ ഡേ ആയിട്ടൊന്നും കിട്ടില്ല എന്നാലും. പിന്നെ 3 നേരത്തെ ഫുഡ് ഇവിടെ പാക്കേജിലുണ്ട്. അതായത് ഞങ്ങൾ വന്ന 16-ാം തീയതി ഉച്ചയ്ക്കും രാത്രിക്കും, ഇന്നലെ രാവിലെ ഉച്ചയ്ക്ക് രാത്രി, ഇന്ന് രാവിലെയും ഉച്ചയ്ക്കും, അങ്ങനെയാണ് ഞങ്ങളുടെ ഫുഡിൻ്റെ പാക്കേജ് വരുന്നത്. ഫുഡ് കഴിക്കാൻ വന്നാണ് കേട്ടോ. ഇവിടെ പാക്കേജിലുള്ള ഫുഡ് ഞങ്ങളിവിടെ പാക്കേജ് എടുത്തതാണ്. ഫുൾ ട്രിപ്പ്. അപ്പം ഫുഡ് കഴിക്കാൻ വന്നതാണ്. പിന്നെ റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയില്ല, അടിപൊളി റൂമാണ്. രാഹുലേട്ടന് താങ്ക്സ്, ഇത്രയും നല്ല റൂം ഞങ്ങൾക്ക് പ്രിഫർ ചെയ്ത് തന്നതിന്. 2 റൂംസ്. ഞാൻ ജസ്റ്റ് ഒരു റൂമിൻ്റെ വീഡിയോ ഇവിടെ കാണിച്ചു തരാം. ഗെയ്സ്, നമ്മളെ റൂം കാണിച്ചു തരാം കേട്ടോ. ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കുന്ന ഡോറാണ്. ഇതാണ് നമ്മളുടെ ഡൈനിങ് ഹാള്. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, സോഫ. ഇതാണ് നമ്മളെ ബാൽക്കണി കേട്ടോ. ഇത് തുറക്കാൻ പറ്റും. ബാൽക്കണി തുറക്കാൻ പറ്റും. ഇതാണ് ബാൽക്കണി വ്യൂ പുറത്തേക്കുള്ളത്. നമ്മളെ പൂള് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം കേട്ടോ. ആരാത്? പിന്നെ ഒരു ഫ്രിഡ്ജ് ഉണ്ട്, പിന്നെ ചെറിയൊരു കിച്ചൺ ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കുക്ക് ചെയ്യാനുള്ള സംവിധാനമൊന്നുമില്ല, ജസ്റ്റ് കിച്ചൺ. പിന്നെ ഡ്രസ്സ് അയൺ, നമുക്ക് ഡ്രസ്സ് ഉണക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അതുണ്ട്. ഇതാണ് ഗൈസ് ഞങ്ങളുടെ റൂം. നോക്കൂ ഗൈസ്, നോക്കൂ ഞങ്ങളുടെ റൂം നോക്കൂ ഗൈസ്. ഇവിടെയും ഉണ്ട് കേട്ടോ ഒരു ബാൽക്കണി. ഇവിടെ ചെറിയൊരു സിറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടുന്നും നമുക്ക് അവിടേക്കുള്ള എന്താ പറയാ, പൂളിലേക്കുള്ള വ്യൂ ഇവിടുന്ന് കാണും. ആൻഡ് നമ്മുടെ ബാത്റൂം കാണിച്ചു തരാം പ്ലീസ്. എവിടെ ലൈറ്റ്? സോറി, ലൈറ്റ് ഉണ്ട്. ബാത്റൂം. ഹായ്. ഇവിടെ എന്താ പറയാ, കുളിക്കാനുള്ള ഷവറിനുള്ള ഒരു ഏരിയ ഉണ്ട്, പിന്നെ അല്ലാതെ ടോയ്ലറ്റിൻ്റെ ഏരിയ ഉണ്ട്. ഇനി നെക്സ്റ്റ് അവരുടെ റൂമാണ്. ഇതാണ് അവരുടെ റൂം. സെയിം റൂം തന്നെയാണ് കേട്ടോ. പിന്നെ ഇതുപോലെ ഒരു ഷവർ ഏരിയ ഉണ്ട്, പിന്നെ ടോയ്ലറ്റിൻ്റെ ഏരിയ, ഒരു വാഷ് സ്പേസ് അവിടത്തെ പോലെ തന്നെ. പിന്നെ ഞാൻ അവരുടെ ബാൽക്കണി കൂടെ കാണിച്ചു തരാം. അവരുടെ കുറച്ച് വിശാലമായിട്ടുള്ള ബാൽക്കണിയാണ് ഗൈസ്. ഇത് ഏത് വശത്ത് കൂടെ തുറക്കാന്നുള്ളത് മാത്രം അറിയില്ല. ഓക്കെ. ഇവിടെ അത്യാവശ്യം ഓടിച്ചാടി നടക്കാനുള്ള സ്ഥലമുണ്ട്. നമുക്ക് നൈറ്റ് ഇവിടെ ഒന്ന് ഇരിക്കുകയൊക്കെ ചെയ്യാം. ഇരിക്കണമെന്നൊന്നുമില്ല. അപ്പം ഇതാണ് ഗൈസ് അവരുടെ റൂം. പിന്നെ ഇവിടെ അതാ വാൾഡ്രോബ്, അലമാരി ഉണ്ട്, മിററുണ്ട്. സെയിം ടു സെയിം ആണ്. പിന്നെ AC ആണ്. അടിപൊളിയാണ് ഗൈസ്. ബിനീഷേട്ടൻ പായുണ്ട് ജീവനും കൊണ്ട്. നോക്ക്, ഫ്രഷ് ആയിട്ട് കാണാം. അവളെയും കൊണ്ടോ? അടക്കില്ലേ ഞാനും. അടിപൊളിയായിരുന്നു ഗൈസ്. ആക്ച്വലി എനിക്ക് റൂമൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾക്ക് എന്തോ ആ ഡൽഹിയിലുള്ള ആ തിക്കും തിരക്കും, ആഗ്രയിലുള്ള ഒരു വൃത്തിയില്ലായ്മ എല്ലാത്തുനിന്നും വന്നിട്ട് ഒരു ഭയങ്കര ഒരു കംഫർട്ടബിൾ സോണായിരുന്നു. ഭയങ്കര കാമൻ ക്വയറ്റ് ആയിട്ടുള്ള നമ്മളുടെ നാട് പോലെ തന്നെയാണ് ഗൈസ് ഗോവ കാണാൻ. ഓൾമോസ്റ്റ്
നമുക്ക് വേറൊരു നാട്ടിൽ പോയി നിൽക്കുകയാണെന്നുള്ള ഫീല് വരില്ല. പിന്നെ വെച്ച് കഴിഞ്ഞാൽ റെഡിയൊക്കെ പറഞ്ഞാൽ നമുക്കിവിടെ കുറച്ച് ദിവസം കൂടെ നിൽക്കായിരുന്നു എന്നൊക്കെ. ഏട്ടന് ഓക്കെ ആയിരുന്നു, ഈ റൂമും കാര്യങ്ങളൊക്കെ ഏട്ടന് ഒരുപാട് ഇഷ്ടമായി. അപ്പം അങ്ങനെ പിന്നെ ഫസ്റ്റ് ഡേ ഞങ്ങൾ ഇവിടെ വന്ന് ഫുഡ് കഴിച്ച്, ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിച്ച് റൂമിൽ വന്ന് ഫ്രഷ് ആയിട്ട് അവർ നമ്മളെ നേരെ ബാഗ ബീച്ചിൽ കൊണ്ടുപോയി. ബാഗ ബീച്ചിൽ അടിപൊളി നൈറ്റ് ഒരു ഞങ്ങൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇപ്പം ബാഗ ബീച്ചിൽ വന്നിരിക്കുക കേട്ടോ. നല്ല ക്രൗഡ് ഉണ്ടെന്ന്. അതെങ്കിലാവട്ടെ, ഇത് കോഴിക്കോട് ബീച്ചിൽ ഗെയ്സ്, ഇതാണ് ഗെയ്സ് ഏട്ടൻ്റെ ഔട്ട്ഫിറ്റ്. ഇനി എൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചില്ല. ഞങ്ങള് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഗെയ്സ് പറയാം. ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തു. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങളുടെ ആനിവേഴ്സറിയാണ്. അപ്പൊ അതിന്റെ ഒരു കേക്ക് കട്ടിങ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ കേക്ക് കിട്ടുമോ നോക്കണം. ഒന്നെങ്കിൽ ഇവിടെ നിന്ന് കട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ റൂമിൽ പോയിട്ട് അവിടുന്ന് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പിന്നീട് അങ്ങോട്ട് കേക്ക് തിരഞ്ഞിട്ടുള്ള നടത്തായിരുന്നു കേട്ടോ ഗെയ്സ്. കാരണം ആ ഒരു ഏരിയയിൽ, അതായത് ബീച്ചിൻ്റെ നിയറസ്റ്റ് ആയിട്ട് കേക്കിൻ്റെ ഷോപ്പൊന്നുമില്ല. പിന്നെ പുറത്തിറങ്ങി ഞങ്ങൾ കുറച്ച് നടന്നപ്പോൾ ഞങ്ങൾക്ക് കേക്ക് കിട്ടി. രതികയും വിനീഷേട്ടനും ഗിഫ്റ്റ് ചെയ്താണ് കേട്ടോ കേക്ക്. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടുന്ന് ഒരു പ്രീമിയം റെസ്റ്റോറൻറ്റ് പോയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് അവിടുന്ന് ചെറിയൊരു ബീറൊക്കെ വാങ്ങി ജസ്റ്റ് ചേഴ്സ് അടിച്ച് നല്ല അടിപൊളിയാക്കി കേട്ടോ ആനിവേഴ്സറി. എന്തായാലും ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു അടിപൊളി ആനിവേഴ്സറി ആയിരുന്നു. ഭയങ്കര ഹാപ്പി ഉണ്ടായിരുന്നു ഗേസ്. കാരണം കാര്യമായിട്ട് പ്ലാൻ ചെയ്യാത്തൊരു പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഹായ് ഗൈസ്, ഇന്ന് ഗോവയിലുള്ള സെക്കൻഡ് ഡേ ആണ് കേട്ടോ. ഇന്ന് രാവിലെ ഞങ്ങൾ കുളിച്ച് മാറ്റി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇന്ന് ഞങ്ങൾ റെഡി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് പോയി കഴിച്ചു. അത് കഴിഞ്ഞ് ഇനിയിപ്പം ഇന്ന് ബൈക്ക് റെൻറ്റിന് എടുക്കണം എന്നാണ് വിചാരിച്ചത്. അപ്പം ബൈക്ക് റെൻറ്റിന് എടുക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് ഞങ്ങളെല്ലാവരും ഏകദേശം ഒരേ ഡ്രസ്സാട്ടോ. ഡ്രസ്സ് മാച്ച് ചെയ്തിട്ടിട്ടേക്കുക. കുറേ കഷ്ടപ്പെട്ടു ഒരേപോലത്തെ ഡ്രസ്സ് കിട്ടാൻ. പിന്നെ സ്റ്റുഡിയോന്നും മെൻറ്റെന്നൊക്കെ ആയിട്ട് തപ്പിപ്പിടിച്ചെടുത്തതാണ് ഗൈസ്. ഞാൻ കാണിച്ചു തരാം. അവിടെ കണ്ടില്ല, ഏട്ടനും അവളുടെ ഹസ്ബൻഡും ഒരേ ഡ്രസ്സും ഞാനും അവളും ഒരേ ഡ്രസ്സുമാണ് തയ്ക്കുന്നത്. കിത്തിനാ 80യോ ഗൈസ്? ഞങ്ങളിപ്പോൾ ഉള്ളത് വഗാട്ടർ ബീച്ച് പറയുന്ന ഒരു ബീച്ചിലാട്ടോ. ഞങ്ങൾ അഞ്ജന ബീച്ചിൽ നിന്ന് പോകുന്നപ്പോൾ ഈ ബീച്ചിലെത്തി. ഓഫ് സീസൺ ആയതുകൊണ്ട് പ്രത്യേകിച്ചൊരു സംഗതികളൊന്നും ഇവിടെ കാണാനില്ല. അതായത് എന്താ പറയുക, വൈബിനുള്ളൊരു സംഗതി ഒന്നും ഇവിടെ ഇല്ല. സാധാ ഒരു ബീച്ചിൻ്റെ സെറ്റപ്പ് മാത്രമേ ഉള്ളൂ. ഇതിനു മുന്നേ ഏട്ട വന്ന സമയത്ത് ന്യൂ ഇയർ ടൈമിലാണ് വന്നത്. അപ്പം നല്ല അടിപൊളിയായിരുന്നു പറയുന്നുണ്ട്. പക്ഷെ എന്നാലും നൈസാട്ടോ.
സത്യം പറഞ്ഞാൽ ഇനി ഗോവയിൽ ഒരു ബീച്ച് പോലും ഞങ്ങൾ കാണാത്തതില്ല. കാരണം അന്ന് എല്ലാ ബീച്ചും ഞങ്ങൾ പോയി കണ്ടിട്ടുണ്ട്. ഇവിടെ ലൈറ്റ് ഉണ്ട്. ഇതെന്താ ചായ കുടിക്കുന്ന പോലെ ഉണ്ട്. ചായ വെച്ച് കുടിക്കുന്ന പോലെ. 2-3 ബീച്ചൊക്കെ കണ്ട് ഫുഡും കഴിച്ച് ഉച്ചത്തെ ഫുഡും കഴിച്ച് റൂമിലെത്തി. ഇപ്പൊ അരിഷ്ടം കുടിക്കാൻ പോവാ. വൈന് ഞങ്ങളിപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നോർത്ത് ഗോവയിലുള്ള ദിവാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐലൻഡിലേക്ക് പോവാട്ടോ. ഗോവയിൽ വന്ന അധികം ആരും പോവാത്തൊരു ഐലൻഡാണ്. ഞങ്ങളിപ്പോൾ തപ്പി പിടിച്ചിട്ടാണ് പോകുന്നത്. ഗെയ്സ്, ഈ ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഗോവ വന്ന കുറേ ബീച്ചൊക്കെ കാണാതെ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് വന്ന് കാണുകയാണെങ്കിൽ ഇത്തിരിയുടെ അടിപൊളിയായിരിക്കും. നിങ്ങളിൽ എത്ര പേര് ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ സംഗതി അടിപൊളിയാണ് കേട്ടോ. ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ഫ്രണ്ടാണങ്ങനെ ആയില്ല. ഗെയ്സ്, ഞങ്ങൾ ഗോവയിൽ വന്ന മുതൽ നല്ല മഴയാണ് കേട്ടോ. ഇടയ്ക്ക് പെയ്യും പിന്നെ നിൽക്കും, ഇടയ്ക്ക് പെയ്യും പിന്നെ നിൽക്കും. ഞങ്ങൾ നിന്ന് കൊള്ളിയേനു. ഇത് നോർത്ത് ഗോവയിലുള്ള ഒരു പഴയ ചർച്ചാണ്. ചർച്ചിൻ്റെ പേരറിയില്ല. ഞങ്ങൾ വെറുതെ വണ്ടി എടുത്ത് ഇങ്ങനെ പോയപ്പോൾ കണ്ടത്. നല്ല കിടിലൻ ചർച്ചായിരുന്നു കേട്ടോ. നോർത്ത് ഗോവ കണ്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് രാത്രി ആയിട്ടോ. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് സെങ്കുരം ബീച്ചിൽ പോയപ്പോൾ അവിടെ നിന്ന് എടുത്തൊരു ഫോട്ടോ ആണ് ഇത്. ജസ്റ്റ് അവിടെ ഇരുന്നപ്പം ഗെയ്സ്, അങ്ങനെ ഞങ്ങൾ എല്ലാ കറക്കും കഴിഞ്ഞിട്ട് ബാഗ ബീച്ചിൽ തന്നെ തിരിച്ചെത്തിയിട്ടോ. ഇനി ഇവിടെ കുറച്ച് നേരം നിന്നിട്ട് റൂമിലേക്ക് പോയിട്ട് കിടന്നുറങ്ങണം. നാളെ ഇനി അടുത്ത കാഴ്ചകൾ.